സംസ്ഥാനത്തെ 5 സ്റ്റാർ ബാറുകൾ ഒഴികെയുള്ളവ പൂട്ടിയതോടെ കച്ചവടം കൂട്ടാനുള്ള നടപടികളുമായി അതിർത്തിയോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ ബാറുടമകൾ. അവധി ദിവസങ്ങളിൽ പോലും കേരളത്തിൽ നിന്നും മദ്യം തേടി നിരവധി പേർ എത്തുന്നതായി അവർ പറയുന്നു. കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള തമിഴ്നാട് പുളിയറയിലെ ബാർ ഉടമകൾ പ്രതീക്ഷയിലാണ്. നിലവാരം കുറഞ്ഞ ബാറുകൾ കേരളത്തിൽ അടച്ചുപൂട്ടിയതിനാൽ അതിർത്തി കടന്നെത്തുന്ന കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നതിനാൽ കച്ചവടം കൂടുമെന്നാണ് ബാർ ഉടമകളുടെ കണക്കുകൂട്ടൽ. വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലങ്ങളായ കുറ്റാലവും പാലരുവിയും തെന്മല ഡാമിനുമൊക്കെ സമീപത്ത് മറ്റു ബാർ ഹോട്ടലുകൾ ഇല്ലാത്തതാണ് അതിർത്തിയിലെ ബാറുകൾക്ക് തുണയാകുന്നത്. 2 ദിവസമായി രാവിലെ മുതൽ തന്നെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് ബാറിലേക്കെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മലയാളികളാണ് കൂടുതലും വരുന്നത്. അല്ലാതെ പിന്നെ ഇവിടം വിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടം വിട്ടുള്ള ആൾക്കാരൊക്കെ ചില ഇതുവരെ ടൂറിസ്റ്റ് വരുവാണെങ്കിൽ കൂടുതലും മലയാളികളാണ് വരുന്നത്. വരും ദിവസങ്ങളിൽ മദ്യം തേടിയെത്തുന്നവരുടെ എണ്ണം കൂടുമെന്ന് തന്നെയാണ് തമിഴ്നാട് സ്വദേശികളുടെയും പ്രതീക്ഷ. கேரள மாநிலத்தில் வந்து பாரெலாம் அடைச்சதுனால அவங்க எல்லாம் அங்கே பார் அடைச்சதுனால தமிழ்நாட்டுக்கு எல்லோரும் நிறைய இப்போ கேரளா பாட்டு புளியரையில் வந்து இங்கே ஒரு பார் இருக்குது. அந்த பாரில் வந்து கேரளாக்காரர் ஃபுல்லாக காரில் வந்து நிறைய வந்து இங்கே குடிச்சிக்கிட்டு இருக்காங்க. இங்கே விதவிதமாக சரக்குகள்லாம் உற்பத்தியாகி எல்லாருக்கும் சேல்ஸ் நடக்கு. வண்டி ரொம்ப ஏகப்பட்ட பேர் கேரளா மக்கள் ஃபுல்லாக புளியரெல்லாம் வந்து குடிச்சிக்கிட்டு இருக்காங்க. മദ്യം തേടിയെത്തുന്ന മലയാളികളുടെ സാധ്യത മുന്നിൽ കണ്ട് പതിവിലും കൂടുതൽ മദ്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് ബാർ മാനേജറും പറഞ്ഞു. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കുന്നതിന് ബാർ മാനേജർ തയ്യാറായില്ല. റിപ്പോർട്ടർ, കൊല്ലം.